അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ആറ്റക്കോയത്തങ്ങൾ ഇന്ന് അദ്ദേഹത്തിന്റെ ശത്രുക്കൾ 4 വർഷമായി അദ്ദേഹത്തിന്റെ എതിരാളികളായിട്ട് നിലത്ത് നിർത്താതെ അദ്ദേഹത്തിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ഒരുപാട് ആളുകളും അദ്ദേഹത്തെ മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇന്ന് എനിക്ക് കിട്ടിയ, ഞാൻ എപ്പോഴും എൻ്റെ ഉമ്മയെ കുറിച്ച് പറയുന്നത്, എനിക്ക് എന്തെങ്കിലും അറിവൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ഉസ്താദന്മാരുടെ നിന്നും എൻ്റെ ഉമ്മൻ്റെ അടുത്ത് അറിവ് കിട്ടുക. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഉമ്മാനെ വിളിച്ചപ്പം എൻ്റെ ഉമ്മ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഏതു നേരവും നിസ്കാരവും നമ്മളൊക്കെ നിസ്കരിക്കുന്ന പോലും ഭക്തിന് പോലും നിസ്കരിക്കാത്ത ആളുകളേക്ക് നമ്മളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളെ ഉമ്മമാര് പരിശുദ്ധമായ ഖുർആനും മൗലൂദ് കിതാബുകളൊന്നും നിലത്ത് വെക്കാതെ എപ്പോഴും കയ്യിൽ പിടിച്ചുകൊണ്ട് അവരൊക്കെ അള്ളാഹിനെ പേടിച്ചുകൊണ്ടും ദീനിനെ പേടിച്ചുകൊണ്ടും ജീവിക്കുന്നവരാണ്. അപ്പൊ അവരെ അടുത്തുനിന്ന് കിട്ടിയ കുറച്ച് വാക്കുകളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഒന്ന് കണ്ടു നോക്കുക, കേട്ട് നോക്കുക. അനിയത്തിട്ട് പോയോരും ഒക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. ഈ മറ്റാരും ആരുമല്ല, രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ പോയോര്. എത്രയോ ആൾ അനുഭവം ഇങ്ങനെ പറയുന്നുണ്ട്, അവിടെ പോയിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു, അനുഭവമുണ്ട്. രോഗങ്ങൾ മാറിയവരും പ്രശ്നങ്ങൾ ഇല്ലാണ്ടായവരും. പ്രശ്നങ്ങളില്ലാണ്ടായെന്ന് വെച്ചാൽ ഇപ്പൊ ഇതായിട്ട് ഒപ്പിച്ചു വെച്ചു എന്നും പറഞ്ഞു അങ്ങനത്തെ എന്തെല്ലോ കേസ് കൊടുത്തു പോലീസ്. അതൊക്കെ ഇല്ലാതായി. ഓ മൊയ്യെല്ലാനായി, മൊയ്യെല്ലി ഇപ്പൊ വന്ന് ഞാന് ഉള്ള ഇല്ല. അപ്പൊ അതിനൊക്കെ എന്റെ അകത്തുനിന്നൊക്കെ കരക്കേറി പോന്നില്ലേ. എന്തെല്ലാത്തിന്റെ അകത്ത് അതിന് പോലൊക്കെ മുങ്ങി നിന്ന് അതിനൊക്കെ രക്ഷപ്പെട്ടു പോന്നു. ഞാൻ തന്നെ എനിക്ക് ഓർമ്മയില്ലായിരുമ്മ. ഞാൻ അന്ന് പുരയില് വന്നപ്പോ നിങ്ങളവിടെ ഇങ്ങനെ ഇരുന്ന അമിതാദിനോട് പറയുന്നത് കേട്ടാ ഞാന് ആ തങ്ങള് നല്ലൊരു തങ്ങളാന്ന് മനസ്സിലാക്കി. പിന്നെ നല്ല മനുഷ്യനാണ്. പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ലേസ തങ്ങളോട് പിന്നെ ഈ തങ്ങളൊന്ന് അടുത്തറിയണം വിചാരിച്ച് അങ്ങനെ ഞാൻ അതിനെ മനസ്സിലാക്കി. അത് ഓലെ കൊണ്ട് പറയിപ്പിക്കാണ് ഇതിന്റെ എതിരാളികള്. എങ്ങനോ ഒന്ന് ഇല്ലാണ്ടായി കിട്ടാൻ വേണ്ടി അതിനെ കൊണ്ട് ഇല്ലാത്ത പറയുന്നത് കേട്ടാ തന്നെ നമുക്ക് അറിഞ്ഞൂടെ ഇല്ലാത്തതാണെന്ന്. ഓരോരോ പെൺകുണ്ണുങ്ങൾ വന്നിട്ട് തങ്ങളൊരു പാവാണെന്ന് പറഞ്ഞ് കരയ്യാ ചെയ്യുന്നത്. പാവ അതിന്റെ അടുത്ത് പോയവർക്കേ അറിയൂ അതിന്റെ വിഷമം. അതെന്തല്ലോ ഞാൻ പറയൂ, മറ്റുള്ളവരാരും ഇത് ചെയ്യുമ്പോഴൊന്നും ചെയ്യലില്ല. ഇതിനു പഠിച്ചോ കൊടുക്കുകയും ചെയ്യുന്നത്. പറയുന്ന കേട്ടിട്ട് എത്രയോ ഏക്കർ സ്ഥലം വാങ്ങി 4 സെന്റ് സ്ഥലവും ആരും ഇല്ലാത്ത മക്കൾക്ക് കൊടുക്കുകയാണ്. അങ്ങനത്തേക്കുള്ള നോക്കിയാ കെട്ടിച്ച് ജാതിഭേദമില്ലാതെ 70-ലധികം ആൾക്കാരെ കെട്ടിച്ചുക്കോലേ. 70-ലധികം ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഇപ്പൊ ഇവിടുത്തെ താത്ത പതിയലുണ്ടായിരുന്നു. ഇവിടെ ഒരു അസനല്ലേ നമ്മളെ വീട്ടിൽ കൂടിയേ, അതിന് പൊരയില്ല സ്ഥലവും ഇല്ല. തങ്ങളെരിയതൊന്ന് പറഞ്ഞാൽ അതിനൊരു പൊരക്ക് സ്ഥലം കിട്ടിയല്ലോ എന്നൊക്കെ ഇവിടുന്ന് താത്ത പറയല്. ഒരടിമന്മാരാരെയോ കിട്ടിയിട്ടാണ് അവളോട് പറഞ്ഞോ ആയിരുന്നു നോക്ക. അങ്ങനെ നമ്മളെ താത്ത പറയല. ഒരു സ്ഥലവും പൊരേ എടായാലും ഐറ്റിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കാൻ. എന്റെ എട്ട മക്കളും ഉണ്ടല്ലോ ഇപ്പൊ. വാടക കൂടുക, വാടക കൊടുക്കാനില്ലായിട്ടും മക്കൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലായിട്ടും ഒക്കെ കഷ്ട പിരിവിടലാ. ഈ തങ്ങളടുത്ത് എത്തിപ്പെട്ടാ മതിയായിരുന്നു. തങ്ങൾ എന്തെങ്കിലും ആക്കി അത് തങ്ങള് എന്തെങ്കിലാക്കി അതിലേക്ക് പോകാനും ഇപ്പോഴാവൂല. താത്ത പറഞ്ഞിന് അടിമന്മാരാരോ ഉണ്ടെങ്കിൽ ഓലോടൊന്ന് പറഞ്ഞൊന്ന് അന്വേഷിച്ചൊന്ന് പറഞ്ഞു നോക്കിയാലെന്നൊക്കെ പറഞ്ഞു. കേട്ടില്ലേ? ഇതാണ് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാട് അനുഭവങ്ങൾ അല്ലാതെ ഈ തങ്ങള് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നോ ഈ തങ്ങളാൽ ആർക്കെങ്കിലും വിഷമങ്ങൾ ഉണ്ടായിരുന്നോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ പോരെ. കഴിഞ്ഞ ദിവസം ഒരു താത്ത വന്ന് പറഞ്ഞ നമ്മളെല്ലാരും കേട്ടു. അതൊന്നോ രണ്ടോ വീഡിയോ, ഒരുപാട് വീഡിയോ താത്ത ചെയ്തതാണ്. പക്ഷെങ്കിൽ താത്തന്റെ വീഡിയോ ഞാൻ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ 1000-ന്റെ മുകളിൽ പോയത് ഈ തങ്ങളെ വീഡിയോ 2 ചെയ്തപ്പോ. ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ, എന്റെ വീഡിയോ അങ്ങനെ നോക്കിയാൽ മതി. ഇന്നത് തങ്ങൾ ഉസ്താദ് പറയുന്നുണ്ട്, ഒരുപാട് യൂട്യൂബർമാര് എന്റെ കാരണത്താല അവര് വിജയിച്ചിട്ടുണ്ട്, അവര് നന്നായിട്ടുണ്ട്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാണ്. അത് നല്ലത് പറഞ്ഞാലും തങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാലും ഇന്ന് കാണാൻ ആളുകളുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ തങ്ങള് അങ്ങ് മേലെ 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 എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ എനിക്കും കഴിയും, നമ്മുടെ നാട്ടിലെ ഏത് പിരാന്തന്മാർക്കും കഴിയും. കാരണം ഒരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ മതി,
അവന്റെ തലക്ക് കൊണ്ടാൽ അല്ല അവന്റെ കണ്ണിന് കൊണ്ടാൽ പോരെ, അവന്റെ ജീവിതം അവസാനിക്കാൻ അതൊക്കെ മതി. അതുകൊണ്ട് പുറകുന്ന് കുത്താതെ നിങ്ങൾ ഇന്ന് തങ്ങള് ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്, നിയമ നടപടികൾക്ക് വേണ്ടി തങ്ങൾ ഒരുങ്ങുന്നുണ്ട്. തങ്ങൾ അവർക്ക് വേണ്ടി, ശത്രുക്കൾക്ക് വേണ്ടി എപ്പോഴും ഹൈറിന് വേണ്ടിയിട്ട് അവർക്ക് നല്ല ബുദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് മാത്രമാണ് ഞാനും നിങ്ങളൊക്കെ കണ്ടത്. അവരെ കുറിച്ച് ഒരു തെറി പറയാനോ അവർ പറഞ്ഞതിന് ഒരു മറുപടി പറയാനോ ഈ തങ്ങൾ പോയത് ഞാനും നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. രാവിലെ അത് നമ്മളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അദ്ദേഹവും 10,000-കണക്കിന്, ഞാൻ എപ്പോഴും പറയലുണ്ട്, ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ലൈവില് ആള് കൂടിക്കൂടി വരികയാണ്. 18,000 19,000 ആളുകൾ ഒരേ സമയം ഒരു മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് ആമീൻ പറയണമെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രമേ ഇന്ന് കഴിയൂ. ഈ ഒരു കഴിവ് നമ്മൾക്ക് ഇപ്പോ മെഞ്ഞാന്ന് 2 ആൾക്കാർ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്കും കഴിയൂലേ, നമ്മൾ വിചാരിച്ചാലും നടക്കൂലെന്ന്. ഒരു പവന് 1,000 രൂപ നിങ്ങൾ ഒരു എത്തിൻകുട്ടിക്ക് കല്യാണത്തിന് കൊടുത്തിട്ടുണ്ടോ? എത്ര ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. എത്ര ആളുകൾക്ക് വീടുണ്ടാക്കാൻ സ്ഥലം എടുത്തിട്ട് ഇനി കോളേജുകൾ, ഹിഫ്ദുൽ ഖുർആൻ കോളേജ് ഉണ്ടാക്കുകയാണ്. നാടിന്റെ വികസനല്ലേ. പണ്ട് നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ജില്ലയിൽ നോളജ് സിറ്റി വന്ന സമയത്ത് എന്തൊക്കെ പുലിവാലായിരുന്നു. അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി ഉസ്താദിന്റെ പുറകെ നടന്നത് എല്ലാവർക്കും അറിയാം. അന്ന് നടന്നവരൊക്കെ ഇന്ന് ആ മർക്കസിൽ പോയി കഴിഞ്ഞാല് മതം ജാതി നോക്കാതെ അവിടെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ അപ്പാർട്ട്മെന്റ് എടുത്തുകൊണ്ടിരിക്കുക. അന്ന് പുറകിൽ കുത്തി നോവിച്ച ഉസ്താദിനെ ഏറ്റവും ആഴത്തിൽ കുത്തിയ ആളുകൾ പോലും ഇന്ന് അവിടെ എന്താ ചെയ്യുന്നേ? നല്ലത് നമ്മൾ പറയണം. ഉസ്താദിന്റെ അവിടെ പോയിട്ട് ബിൽഡിംഗ് എടുത്ത് റൂം എടുത്ത് ബിസിനസ് ചെയ്യുന്ന ആളുകളെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. ഉസ്താദിന് പറഞ്ഞാൽ പോലെ എന്നാൽ ഇത് ഞങ്ങളെ സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഞങ്ങൾ ഇത് കൊടുക്കൂന്ന്. ഈ ഒരു മനുഷ്യന് ആ ഒരു മണ്ണാർക്കാട്ടാണെങ്കിലും പാലക്കാട്ടാണെങ്കിലും വയനാട്ടിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും എവിടെയെങ്കിലും ഓരോ സ്ഥാപനങ്ങൾ വരികയാണെങ്കിലും ആ മനുഷ്യൻ എന്നും ജീവിച്ചിരിക്കില്ലല്ലോ. ആയുസ് കൊടുക്കുക പഠിച്ചവൻ എല്ലാവർക്കും കാലാകാലവും ഇല്ല. അദ്ദേഹത്തിന്റെ പിൻഗാമികൾ എന്ന് പറയാനുള്ളതൊക്കെ നമ്മളൊക്കെ തന്നെയാണ്. അദ്ദേഹം മുത്തുമണികളെന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ മക്കളെ അല്ല, മജ്‌ലിസിൽ വന്നിരിക്കുന്ന സാധാരണക്കാരായ ആളുകളെയാണ്. അവർ ഓരോ വിഷമങ്ങൾ വന്ന്, എൻ്റെ ഉമ്മ പറഞ്ഞ മാതിരി തന്നെ ഓരോ വിഷമങ്ങൾ ഇന്നും ഞാൻ കണ്ട്. ഒരു സ്ത്രീയാന്ന് തോന്നുന്നുണ്ട്, അവർ വന്ന് പറഞ്ഞ വിഷമങ്ങള് തലവേദനയാണ്, കുത്തിപ്പറിക്കുന്ന വേദനയാണ്. തങ്ങളെ കണ്ണുപോലും കാണുന്നില്ല, രാത്രി ഉറക്കമില്ല, എല്ലാ ഡോക്ടർമാരെയും കാണിച്ചു. അങ്ങനെ അവിടെ വന്ന് നിങ്ങൾ അതിനു വേണ്ടി ദുആ ചെയ്യണേ. പിന്നെ ഒരുപാട് ആളുകൾ അവരെ സങ്കടങ്ങൾ വന്ന് പറയുന്നത് നമ്മൾ കണ്ടു, കേട്ടു, കാണുന്നു. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമ്മൾ പോയാൽ മതി, ഇല്ലേ? അദ്ദേഹം അവിടുന്ന് എന്തെങ്കിലും നല്ല പരസ്യമായിട്ടാണ്, ലൈവായിട്ടാണ് അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. ആളുകളെ മുമ്പിൽ ഇരുന്നിട്ടാണ്, അല്ലാതെ ഒളിഞ്ഞൊരു റൂമിൽ ഇരുന്ന് ഒന്നും ചെയ്യുന്നില്ല. ഒരു മന്ത്രവാദോ ഒരു കൂടോത്തരോ എന്തെങ്കിലും ഒരു ബാധന്റെ ഒന്നും അദ്ദേഹം ചെയ്യുന്ന നമ്മൾ കാണുന്നില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ നോവിക്കുന്നത്? അതാണ് ചോദിക്കുന്നത്. ഞാനൊന്നും വെള്ള പൂശാൻ വേണ്ടിയിട്ട്, തങ്ങൾക്ക് വെള്ളം പൂശാൻ വേണ്ടിയിട്ടല്ല. ഇതേപോലെ നാടിന് ഉപകരിക്കുന്ന ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കണം എന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ, ഇല്ലേ? ഇതിനു മുമ്പ് ഒരു സമാധി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പുറകെ നമ്മളൊക്കെ എത്രയോ നടന്ന് യൂട്യൂബുകാരും ചാനലുകാരും എത്ര ആളുകൾ ആ സമാധിന്റെ പുറകെ നടന്ന് ആ മനുഷ്യനെ കുഴിയിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത് വീണ്ടും കുഴിച്ചിട്ട് ആ കുടുംബത്തിനെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എന്തൊക്കെ ചെയ്തു. ഇന്നും അവരോട് പൂജ ചെയ്യുന്ന നടത്തുന്നു. അത് അവരെ വിശ്വാസം അവർ ചെയ്യുന്നത്. എന്തിന് അതിനെതിർക്കാൻ നമ്മൾ പോകുന്നത്? അതുപോലെ തന്നെയാണ് ഇതൊക്കെ ഒരു വിശ്വാസത്തിന്റെ കീഴിലാണ്. നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഒരു പനിയോ ജലദോഷമോ ആയിട്ട് നിങ്ങൾ ഒരു മരുന്ന് വാങ്ങി കുടിച്ചാൽ നിങ്ങൾക്കൊരു വിശ്വാസം ഇല്ലെങ്കിൽ നിങ്ങളെ സൂക്കേട് മാറൂല. എത്ര നിങ്ങൾ ഗുളിക കുടിച്ചു കഴിഞ്ഞാലും നിങ്ങളെ സൂക്കേട് എല്ലാത്തിലും വിശ്വാസമുണ്ട്. ഞാൻ ഈ ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ എന്റെ അസുഖം മാറും എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. വലിയ വലിയ ഡോക്ടർമാരുണ്ടായിട്ടും എനിക്ക് എൻ്റെ നാട്ടിലുള്ള ക്ലിനിക്ക് നടത്തുന്ന ആ ഡോക്ടറെ അടുത്ത് തന്നെ പോകണം എന്ന് പറയും. ഇതൊക്കെ എന്തിനാണ്? നമ്മൾക്ക് അവരിലുള്ള ഒരു വിശ്വാസമാണ്. ഈ മനുഷ്യനെ വിശ്വസിക്കുന്ന ഒരു 10,000-കണക്കിന് ആളുകളുണ്ട്. അതില്ലാത്തവരുണ്ട്. എല്ലാ കാര്യവും അവിടെ പോയിട്ട് ആർക്കും ആകണമെന്നില്ല. കുറെ ആളുകൾ പൈസ പോയിട്ടുണ്ടാവും, പൈസ കൊടുത്തിട്ട് തങ്ങൾ പറയുന്ന കാര്യം മുഴുവൻ നിങ്ങളായിട്ട് അതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ
അത് നഷ്ടപ്പെട്ടു പോകും. എന്നിട്ട് എന്റെ 1000 പോയോ 5000 പോയോ എന്ന് പറഞ്ഞിട്ട് നഷ്ടപ്പെട്ടൊരു കാര്യമല്ല. എന്റെ കുടുംബത്തിൽ തന്നെ ഒരു മൂത്താപ്പന്റെ മോനുണ്ട്, ഞാൻ അവിടെ പോയിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് പൈസ പോയി തന്നെ, പക്ഷെ അതും ആ അസുഖം ഇപ്പൊ ഞാൻ ഇവിടെ പറയാണ്. ജന്മനാ വൈകല്യമുള്ള ഒരു ചെറിയ മോനായിരുന്നു. അതിന് തങ്ങൾ എന്ത് ചെയ്യാനാണ്? അതിനു വേണ്ടി നല്ലതിന് വേണ്ടി പറഞ്ഞു കൊടുത്ത് നടക്കുകയായിരിക്കും വിചാരിച്ച്. എന്നാലും ഒരുപാട് മാറ്റം ഉണ്ടെന്ന് പറയുകയും ചെയ്തിട്ടോ. ഒരുപാട് മാറ്റങ്ങളുണ്ട്, വീട്ടിലൊന്നും അത്ര ശല്യം കാര്യങ്ങളൊന്നും ഇല്ല എന്ന് കേട്ടു. പൈസ പോയി എന്ന് പറഞ്ഞാൽ ആദ്യം നിലവിളിച്ചു, പിന്നെ പറഞ്ഞ് കുറച്ച് മാറ്റങ്ങൾ ഉണ്ട് അവിടെ പോയിട്ട്. മനുഷ്യന്മാരാണ്, എപ്പോഴും മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. സയ്യിദ് അല്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു, അതൊക്കെ അവരിഷ്ടം. തങ്ങൾ അതിന് മറുപടിയും കൊടുത്തിട്ടുണ്ട്. അവിടെ പോകുന്ന ആളുകൾക്കറിയാം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എന്തിനാണ് പോകുന്നത്. അവിടെ പോയ ആളുകൾ മാത്രമാണ് ഈ ഒച്ച ഉണ്ടാക്കുന്നതും ഈ പ്രതിഷേധിക്കുന്നതും അല്ലേ. പിന്നെ അവിടുന്ന് പൈസ വാങ്ങി ഓരോ കഥകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. ഏതായാലും ഇപ്പൊ എന്റെ ഉമ്മ പറഞ്ഞ് ആ ഒരു ക്ലിപ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതേപോലെ പറയാൻ ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഇനി ലൈവില് വരും പ്രതിഷേധിക്കാൻ. എനിക്ക് പറയാനുള്ളത്, ഈ തങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്ന നിങ്ങൾ ഒരു ദിവസം മാപ്പ് പറയേണ്ടി വരും. ഞാനിപ്പോഴും പറയുന്നത് ബഹ്റൈനിൽ നിന്നാണ്. ഒരുപാട് പ്രവാസികൾ നിങ്ങൾ ആ തങ്ങൾക്കെതിരെ പറയുന്നതിൽ ഇപ്പം പ്രതിഷേധവുമായിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. തങ്ങൾക്ക് ഒരുപാട് ആളുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് നമ്മളെ കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ആരും പഠിപ്പിക്കാൻ പോകണ്ട. നിങ്ങൾ നിങ്ങളെ വിശ്വാസമായിട്ട് കഴിഞ്ഞു. അദ്ദേഹം അവിടുന്ന് ആ സാധാരണക്കാരെയും നോക്കി അദ്ദേഹം ജീവിച്ചോട്ടെ. അദ്ദേഹം ഇന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, നിങ്ങൾ ആരും എൻ്റെ വീട്ടിലേക്ക് വരണ്ട, ഞാൻ നിങ്ങൾ ആരും എൻ്റെ വീട്ടിലേക്ക് വിളിക്കുന്നുമില്ല, ഇല്ലേ. എനിക്ക് സ്വസ്ഥമായിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ എൻ്റെ ചികിത്സയും ചെയ്ത് ഇവിടെ ഇരുന്നാൽ മതി. നിങ്ങൾ ആരും ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഞാൻ ആരെയും വിളിച്ചു വരുത്തുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെയും മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കുക. നമ്മളൊരാളെയും ചോദിക്കാൻ പോകണ്ട. സമാധാനത്തോടു കൂടി നമുക്ക് ജീവിക്കണം ഈ ലോകത്ത്. കിടന്നുറങ്ങുന്ന സമയത്ത് മനസ്സമാധാനത്തോടു കൂടി കിടന്നുറങ്ങി അഥവാ മരിച്ചു പോവുകയാണെങ്കിൽ നാളെ വേറെ ആൾ പറയാൻ പാടില്ല, നീ ഇന്നത് ചെയ്തിട്ടല്ലേ, ഇതല്ലായിരുന്നു നിന്റെ ജോലി എന്ന് ഒരാൾ പറയാൻ പാടില്ല. എല്ലാവരും നമ്മൾ നല്ലതാന്ന് പറയാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക. കുറെ കമന്റുകൾ തങ്ങളെ എതിർക്കുമ്പോൾ ഒരുപാട് കമന്റുകൾ വരും. പക്ഷെ അവിടെ നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്നറിയോ? ഈ തങ്ങളെ എതിർകക്ഷികൾ തന്നെയായിരിക്കും നിങ്ങളെ കൂടെ കൂടുക എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ. തങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനിയും ഞാൻ പറയും, ഇനി നാളെയും ഞാൻ പറയാൻ വരും. എന്നെ എത്രയോ പേര് വിളിച്ചിട്ട് ഇനി വീഡിയോ ചെയ്യരുത്, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് തങ്ങളെ കുറിച്ചുള്ള. ഞാൻ അതിലൊന്നും വീണ് പോയിട്ടുമില്ല, അതെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി എന്റെ ജോലിക്ക് പോലും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ ജോലി മാറ്റി വേറെ ജോലിക്ക് വേണമെങ്കിൽ ഞാൻ പോയിക്കോളും, അല്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും.